എണ്ണ ഒഴിക്കാത്ത മീൻകറിയും കൊഞ്ചുതീയലും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനി നീലത്തമ്മാമിക്ക് ഇടിച്ചമ്മന്തി ഉണ്ടാക്കുന്നത് കാണിക്കാട്ടോ. ഇടിച്ചമ്മന്തിയേ നമ്മുടെ ചമ്മന്തിപ്പൊടി. ഇതില് നമ്മുടെ നായകൻ കൊട്ടത്തേങ്ങയാണ് കേട്ടോ. കൊട്ടത്തേങ്ങയെ നമ്മുടെ ഉണക്കത്തേങ്ങ. നമ്മുടെ അമ്മ നന്നായിട്ട് പുള്ളിയെ അരിയുന്നുണ്ട് കേട്ടോ. പിന്നീടുള്ള കൂട്ടുകക്ഷികൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കറിവേപ്പിലയും പിന്നീട് ഇത്തിരി പുളിയുമാണ് കേട്ടോ. അമ്മരെ നന്നായി കഴുകി കൊത്തിയരിഞ്ഞു വെക്കാമേ. കൊട്ടത്തേങ്ങ ആയതുകൊണ്ട് നമ്മുടെ നായകനെ മിക്സിയിലിട്ട് വെള്ളം തൊടാതെ ഒന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് കേട്ടോ നമ്മുടെ കഥ തുടങ്ങുന്നത്. ഈ കൊത്തിയരിഞ്ഞു വെച്ചവന്മാരെ നമ്മുടെ നായകന്റെ കൂടെ ഇരുമ്പ് ചട്ടിയിലേക്ക് ഇടുകയാണേ. ഇവന്മാരുടെ കൂടെ പുളിയും കറിവേപ്പിലയും കായും ഇട്ട് കൊടുക്കാം കേട്ടോ. എരിവിനാവശ്യത്തിന് കുരുമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇവന്മാരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാമേ. ഇനി ഇളക്കോട് തന്നെ ഇളക്ക്. നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക് നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട് ഈ തേങ്ങ വറുക്കുമ്പോൾ നാരകത്തിന്റെ ഇല ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. കൈ വിടാതെ നന്നായി ഇളക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. നമ്മുടെ തേങ്ങ അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ടേ. നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂട് പോകാൻ വെക്കാം. ചൂട് പോകുമ്പോഴേക്കും ഇവനെ മിക്സിയിലിട്ട് രണ്ടടി. നമ്മുടെ ചമ്മന്തിപ്പൊടി ഇതാ റെഡിയായി. ഇന്നാ പിടിച്ചോ ചമ്മന്തിപ്പൊടി. എന്നാ പിന്നെ ഞാനങ്ങോട്ട്